ധന്യ 266ാമത്തെ ദിവസമാണ് ആശമാർ സമരം അവസാനിപ്പിക്കുന്നത്. ഫെബ്രുവരി 10-നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ ഈ രാപ്പകൽ സമരം ആരംഭിച്ചത്. അന്നു മുതൽ തന്നെ പലവിധ രീതിയിലുള്ള സമരമുറകൾ ഇവിടെ നടത്തിയിരുന്നു. ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അതിനും ഈ സമരത്തിനൊക്കെ ശേഷമാണ് സർക്കാർ അതിലൊരു തീരുമാനം എടുക്കുകയും ഒരു പ്രത്യേക സമിതിയൊക്കെ നിശ്ചയിക്കുകയും ചെയ്തത്. പക്ഷേ ആ സമിതി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, ഈ ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ശുപാർശ സർക്കാരിലേക്ക് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഈ അവസാന നിമിഷം 1000 രൂപയുടെ ഒരു വർധനവാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സമരം ഇപ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാരണം ഒന്ന് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ ഇതിന് അപ്പുറം ഇനിയിപ്പോൾ ഒരു വർധനവ് എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ ആശമാർക്കും ഇല്ല. അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ സമരം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോഴും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാത്രമാണ് ആശമാർ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആശമാർ തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. ഇപ്പോൾ UDF-ന്റെ MLA-മാരൊക്കെ തന്നെ ഈ ആശമാരുടെ ഈ സമര പ്രതിജ്ഞാ റാലി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. KK രമ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഈ 266ാമത്തെ ദിവസമാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു 1000 രൂപയുടെ വർധന മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ കാണുന്നു ഈ സമരത്തെ? അല്ല, ഇവരുടെ മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷെ ഐതിഹാസികമായ സമരമായിരുന്നു. അതുകൊണ്ട് അവർ പൊരുതി നേടിയ ഒരു വർധനവാണിത്. മഴയും വെയിലും കൊണ്ട് അതിസാഹസികമായ സമരം നടത്തി പൊരുതി നേടിയതാണ്. ആ പോരാട്ടത്തിനുള്ള ഒരു വലിയ അംഗീകാരമാണത്. പക്ഷേ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരിത്തരത്തിലും മതിയായ രൂപയല്ല, 33 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അത് അവസാനം അവർക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഞങ്ങളല്ല എന്ന് പറഞ്ഞു അവസാനം ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ സർക്കാർ അത് അനുഭാവപൂർവ്വം ഇനിയും പരിഗണിക്കേണ്ടതാണ്. ഇവരുടെ സമരമൊക്കെ കണ്ടതാണ്. 266 ദിവസം സമരം നടത്തിയാണ്. അപ്പോൾ എങ്ങനെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് അവരുടെ? പക്ഷേ ഇപ്പോൾ സർക്കാർ എടുത്ത പ്രഖ്യാപനം അത് മതിയായ തീരുമാനമാണോ? തൊഴിലിന്റെ ശമ്പളം നിശ്ചയിക്കുന്നത് തൊഴിലിന്റെ കാഠിന്യവും ആ തൊഴിലിനെടുക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ശാരീരിക സമ്മർദ്ദങ്ങളും സമയവും വെച്ചിട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ സർക്കാർ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയട്ടെ, ഞാനൊരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. ഒരു MLA എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി എടുക്കേണ്ടുന്നവരാണ് ആശാ വർക്കർമാർ. ശമ്പളം അത് മതിയോ എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കട്ടെ. നിയമസഭാ സാമാജികരുടെ ശമ്പളം പോരാ, ആനുകൂല്യം കൂട്ടണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഭരണപക്ഷത്തുള്ള ആളുകളും. അവർ തീരുമാനിക്കട്ടെ ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ കഴിയുമോ എന്ന്. അപ്പൊ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. മറ്റെന്തെല്ലാം ആർഭാടങ്ങൾ ഇപ്പോൾ സമയം കണ്ടെത്തിയപ്പോഴും ഇത് ഇവരുടെ ഏറ്റവും ന്യായമായ ആവശ്യത്തോട് 266 ദിവസം എങ്ങനെയാണ് ഈ സർക്കാർ പ്രതികരിച്ചതെന്നുള്ളതിന് ജനം പ്രതികരിക്കും. ബിന്ദു ചേച്ചി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ആശമാരുടെ സമരത്തെ നയിച്ചത് ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി ഇവിടുന്ന് സമരം അവസാനിച്ച് പോവുകയാണ്. ഇപ്പോൾ ഈ സെക്രട്ടറിയിലെ സമരം മാത്രമേ അവസാനിപ്പിക്കുന്നുള്ളൂ. ജില്ലാ കേന്ദ്രത്തിൽ പ്രതിഷേധം തുടരും. എങ്ങനെയാണ് ഈ സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നത്? ഞങ്ങൾ 21,000 രൂപ ഓണറേറിയം ലഭിക്കുന്നത് വരെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകും. അത് ഞങ്ങള് ഫെബ്രുവരി 10 1-ാം വാർഷികത്തിൽ ആയിരങ്ങളായിട്ട് ഇവിടെ അണിനിരക്കും. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ആ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ജില്ലാ തലങ്ങളിൽ പ്രാദേശിക തലങ്ങളിൽ താഴെ തട്ടിലേക്ക് ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് 1-ാം വാർഷിക ദിനത്തിൽ ഒരു മഹാറാലിയായിട്ട് ഞങ്ങൾ ഇവിടെ വരും ഈ ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട്. സർക്കാരിൻ്റേത് മതിയായിട്ടുള്ള ഒരു തീരുമാനമല്ല. പക്ഷെ എന്നാൽ പോലും ഈ സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ വിജയം എന്ന് തന്നെയാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ ഈ 21,000 രൂപ ഓണറേറിയം അത് വേണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ആശമാരും പറയുന്നത്. കാരണം ഇപ്പോൾ ഫെബ്രുവരി 10-നാണ് ആശമാർ സമരം തുടങ്ങിയത്. 266 ദിവസം സമരം അവസാനിപ്പിക്കുന്നു. ഈ ഒരു വർഷം, അതായത് അടുത്ത വർഷം ഫെബ്രുവരി 10-ന് ഇതേ വേദിയിൽ ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ സമര പരിപാടികൾ നടത്തും എന്ന് ആശമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയാവിനോടാണ് അത് പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. 21,000 രൂപയായിട്ട് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അതൊരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ആ ആവശ്യത്തിന് വേണ്ടിയാണ് വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ ആശമാർ നൽകിയത്. ധന്യ. സർവീസ് അനൂപാണ് വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ജില്ലാടിസ്ഥാനത്തിൽ സമരം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ആശമാർ എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ ജനപ്രതിനിധികളെല്ലാവരും അവിടെ ആശമാരുടെ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം VD സതീഷ് അങ്ങോട്ടെത്തും.